ശ്രീധരൻ മുന്നോട്ട് വെച്ച ഹൈസ്പീഡ് പദ്ധതിയും സിൽവർ ലൈൻ പദ്ധതിയും നടപ്പാകില്ല എന്ന് വ്യക്തമാക്കിയാണ് പദ്ധതികൾ ഉപേക്ഷിച്ചുവെന്ന് കേന്ദ്ര സർക്കാർ തന്നെ വ്യക്തമാക്കി. രാജ്യസഭയിൽ റെയിൽവേ മന്ത്രിയാണ് ഇക്കാര്യം അറിയിച്ചത്. പി ബസന്താണ് ചേരുന്നത്. ബസന്ത്, കേരളത്തിലെ ഈ അതിവേഗ പാതയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ, വിവാദങ്ങൾ, അതിന് കുറച്ച് ദീർഘകാലത്തെ ഒരു 5-6 വർഷത്തെങ്കിലും പഴക്കമുണ്ട്. അതിനു മുൻപും അത്തരം ചർച്ചകൾ ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ പുതിയ സർക്കാർ വന്നതിന് ശേഷം ശ്രീധരൻ മുന്നോട്ട് വെച്ച നിർദ്ദേശം പരിഗണിക്കപ്പെടുന്നു എന്ന ചർച്ചകളും ഉണ്ടായിരുന്നു. എന്താണ് യഥാർത്ഥത്തിൽ കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നുള്ള മറുപടിയും പരിഗണനയും? ബ്രിട്ടീഷ് സിൽവർ ലൈൻ നേരത്തെ തന്നെ ഉപേക്ഷിച്ചിരുന്നു. അതിന് പുറമെ അന്ന് തന്നെ റെയിൽവേ മന്ത്രാലയം പറഞ്ഞിരുന്നതാണ് കേരളത്തിലെ 3-4 പാതകൾക്കാണ് ഞങ്ങൾ മുൻഗണന നൽകുന്നത്. ഇതിനിടയിലാണ് ശ്രീധരൻ ഒരു ഹൈസ്പീഡ് റെയിൽ കോറിഡോറുമായി സംസ്ഥാന സർക്കാരിനെയും അതിനു മുമ്പ് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിനെയും സമീപിക്കുന്നത്. അതായത് തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ ഉള്ള ഒരു ഹൈസ്പീഡ് റെയിൽ കോറിഡോർ. ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു വ്യക്തത വന്നിരിക്കുന്നത്, സംസ്ഥാന സർക്കാരിന്റെ വിദഗ്ധ സമിതി ഇത് മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ നടപ്പാക്കാൻ കഴിയാത്തതാണ് എന്നുള്ള ഒരു വിലയിരുത്തലാണ് നൽകിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടായിരുന്നു. അന്നും ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയതാണ് കേന്ദ്ര സർക്കാർ. ഇതിലുള്ളത് നിങ്ങൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇത് സംസ്ഥാന സർക്കാരാണ് ഇക്കാര്യത്തിൽ, അതായത് തിരുവനന്തപുരം കണ്ണൂർ വരെ സ്റ്റാൻഡേർഡ് ഗേജിൽ ഉള്ള ഒരു ഹൈസ്പീഡ് റെയിൽ കോറിഡോറിന്റെ കാര്യത്തിൽ എക്സ്പെർട്ട് കമ്മിറ്റി, കേരള സർക്കാർ നിയോഗിച്ച എക്സ്പെർട്ട് കമ്മിറ്റി ഇത് പരിശോധിക്കുകയും ഇത് ഈ പദ്ധതിയുടെ റിപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത രീതിയിലാണ് എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. പാതയുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണമുണ്ടല്ലോ, അത് പദ്ധതിയുടെ ഭാവിയെ ബാധിക്കുന്ന തരത്തിലാണ് ഇപ്പോഴത്തെ സാഹചര്യം എന്നാണോ ആ പ്രതികരണം? അത് പ്രതികൂലമാണോ പദ്ധതിയുടെ മുന്നോട്ട് പോക്ക്? ചോദ്യം ആവർത്തിക്കാമോ? അങ്കമാലി ശബരി പാതയുടെ ഭാവി എന്താണ്? അക്കാര്യത്തിലും റെയിൽവേ മന്ത്രാലയത്തിന്റെ പ്രതികരണമുണ്ടല്ലോ. അല്ല, അതിൽ പറയുന്നത് ഇത്രേ ഉള്ളൂ. എന്ന് വെച്ചാൽ നിരവധി ചോദ്യങ്ങളുടെ മറുപടിയിൽ എന്ന് പറയുന്നത് ഈ അങ്കമാലി ശബരി പാത അടക്കമുള്ള ഏകദേശം 7 പദ്ധതികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് റെയിൽവേയുടെ. അങ്കമാലി ശബരിപാത 111 കിലോമീറ്റർ, എറണാകുളം കുമ്പളം ഡബ്ലിംഗ്, കുമ്പളം തുറവൂർ ഡബ്ലിംഗ്, അങ്ങനെ നിരവധി പദ്ധതികളുണ്ട്. തിരുവനന്തപുരം കന്യാകുമാരി ഡബ്ലിംഗ് ഒക്കെയാണ് സദൻ റെയിൽവേയുടെ കീഴിൽ നടക്കുന്നത്. ഇതിൽ അങ്കമാലി പാതയുടെ ആണ് അതിൽ ഏറ്റവും പ്രാധാന്യമുള്ളത്. ആ പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ തടസ്സപ്പെട്ടിരിക്കുന്നത് ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതായത് ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് കേരള സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് സഹായകരമായ നിലപാടുണ്ടെങ്കിൽ മാത്രമേ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. 1976 കോടി രൂപ റെയിൽവേ സംസ്ഥാന സർക്കാരിന് ഭൂമി ഏറ്റെടുക്കാൻ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും പറയുന്നത്. 304 ഹെക്ടർ ഭൂമിയാണ് അങ്കമാലി ശബരിപാതയ്ക്ക് 111 കിലോമീറ്ററിന് വേണ്ടത്. ഇതുവരെ 25 ഹെക്ടർ മാത്രമാണ് ഏറ്റെടുത്തത്. 279 ഹെക്ടർ ആവശ്യവുമാണ്. അപ്പോൾ അതിനു വേണ്ടിയുള്ള നടപടികൾ തുടരണം എന്നുള്ളതാണ് റെയിൽവേയുടെ ഭാഗം. ഇത് വർഷങ്ങളായി റെയിൽവേയും നാഷണൽ ഹൈവേയും പറയുന്ന ഒരു വിഷയമാണ്. കേരളത്തിലെ ഈ വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സം ഭൂമി ഏറ്റെടുക്കലാണ് എന്നുള്ളത്. ശരി, പി ബസന്താണ് വിവരങ്ങൾ നൽകിയത്. ശ്രീധരൻ മുന്നോട്ട് വെച്ച ഹൈസ്പീഡ് പദ്ധതിയും സിൽവർ ലൈൻ പദ്ധതിയും നടപ്പാകില്ല എന്നത് കേന്ദ്രം വ്യക്തമാക്കേണ്ട. രാജ്യസഭയിലാണ് റെയിൽവേ മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. അതിനൊപ്പം തന്നെയാണ് അങ്കമാലി ശബരി പാതയുമായി ബന്ധപ്പെട്ട ഭൂമി ഏറ്റെടുക്കലിലെ തടസ്സം, നേരത്തെയുള്ള തടസ്സമാണ്, അക്കാര്യം ഉൾപ്പെടെ റെയിൽവേ മന്ത്രി വിശദീകരിച്ചതെന്നാണ് പി ബസന്ത പാർലമെന്റിന് റിപ്പോർട്ട് ചെയ്യുന്നത്.